ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ മാ തമിഅ ബിജന്നതിഹി അഹദുൻ. ഒരു വിശ്വാസി അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷ അറിഞ്ഞിരുന്നെങ്കിൽ ആരും അവന്റെ സ്വർഗം ആശിക്കുമായിരുന്നില്ല. വലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മ മാ ഖനിത മിൻ ജന്നതിഹി അഹദുൻ. അപ്രകാരം തന്നെ ഒരു അവിശ്വാസി അള്ളാഹുവിന്റെ അടുക്കലുള്ള കാരുണ്യം അറിഞ്ഞിരുന്നെങ്കിൽ ആരും അവന്റെ സ്വർഗത്തെക്കുറിച്ച് നിരാശരാകുമായിരുന്നില്ല. ഇവിടെ ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെക്കുറിച്ചും അപ്രകാരം തന്നെ അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷയുടെ വൈപുല്യത്തെക്കുറിച്ചും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ തെറ്റിനുമുള്ള ശിക്ഷയെക്കുറിച്ച് യഥോചിതം മനസ്സിലാക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടവൻ അല്ല ഞാൻ എന്ന് കരുതിപ്പോകും, അല്ലെങ്കിൽ സ്വർഗം എനിക്കുള്ളതല്ല എന്ന് കരുതിപ്പോകും. അപ്രകാരം തന്നെ അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെക്കുറിച്ച് ഒരു അവിശ്വാസി അറിയാണെങ്കിൽ ഞാനൊന്നും ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല എന്നും കരുതി പോകും. അതായത് അത്രമേൽ വിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യം, അതുപോലെ തന്നെ വിശാലമാണ് അള്ളാഹുവിന്റെ ശിക്ഷയും.